അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്ന ഒരു വാർത്തയാണ് വിജയണ്ണൻ വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളത്. സംഭവം ശരിയാണ്. നമുക്കറിയാം ഇപ്പോൾ വിജയുടെ ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ആ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ടാണ് വിജയ് കേരളത്തിൽ വരുന്നത്. സിനിമയുടെ 70% ഷൂട്ടിങ്ങും പൂർത്തീകരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം കുറച്ച് ഭാഗങ്ങൾ ഈ സിനിമയുടെ അമേരിക്കയിൽ ഷൂട്ടുണ്ടായിരുന്നു. VFXനൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള സിനിമയാണ് ഗോട്ട് എന്ന് പറയുന്ന ഈ വിജയ് ചിത്രം. ഇനി സിനിമയുടെ തീരാനുള്ളതെന്ന് പറയുന്നത് ക്ലൈമാക്സ് പോർഷൻസ് മാത്രമാണ്. ഇതിനോടകം തന്നെ നമുക്കറിയാം വിജയുടെ ഗോട്ട് എന്ന് പറയുന്ന സിനിമ ഒരു ടൈം ട്രാവൽ മൂവിയാണ്. വെങ്കട് പ്രഭു ആണ് സംവിധാനം ചെയ്തത്. അതുപോലെ തന്നെ വിജയ് ഡബിൾ റോളിൽ എത്തുന്ന ഒരു സിനിമയും കൂടെയാണ് ഈ ഗോട്ട് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ ക്ലൈമാക്സ് പോർഷൻസ് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിജയ് കേരളത്തിലേക്ക് വരുന്നത്. ട്രിവാൻഡ്രത്താണ് സിനിമയുടെ ക്ലൈമാക്സ് പോർഷൻസ് ഷൂട്ട് ചെയ്യുന്നത്. പ്രധാനമായും 3 ലൊക്കേഷൻസിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. 1 തിരുവനന്തപുരം സെൻട്രലിലും, 2 ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലും, 3 ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിലുമാണ് സിനിമ ഷൂട്ടിങ്ങിനായി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെ 3000-ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ഇതിനുവേണ്ടി അവർ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഗോട്ടിന്റെ ക്ലൈമാക്സ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വന്ന കാസ്റ്റിംഗ് കോളൊക്കെ ഒരുപാട് ശ്രദ്ധേയമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2 മാസങ്ങൾക്ക് മുന്നേ ശ്രീലങ്കയിൽ ചിത്രീകരിക്കേണ്ട രംഗങ്ങളായിരുന്നു ശരിക്കും ട്രിവാൻഡ്രത്തോട്ട് അവർ ഷിഫ്റ്റ് ചെയ്തത്. അവിടെ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ കിട്ടാത്തതുകൊണ്ടാണ് അവർ കേരളത്തിലേക്ക് സിനിമ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു വിജയ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രം വിജയ് ഫാൻസ് എല്ലാം ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. വിജയ്ക്കൊപ്പം പ്രഭുദേവ, പ്രശാന്ത്, അജ്മൽ അമീർ എന്നിവരും ഈ ചിത്രത്തിലുണ്ട്. വെങ്കട് പ്രഭു തന്നെയാണ് സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കറിയാം മാനാടിന് ശേഷം വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന ഈ സിനിമ. സിനിമയിൽ മറ്റ് കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് ജയറാം, മോഹൻ, യോഗി ബാബു, VTV ഗണേഷ്, മീനാക്ഷി ചൗധരി, സ്നേഹ, ലൈല എന്നിവരാണ്. പിന്നെ നമുക്കറിയാവുന്നതാണ് വെങ്കട് പ്രഭു ചിത്രങ്ങളിലെ സ്ഥിരം സാന്നിധ്യങ്ങളായ വൈഭവ്, പ്രേംജി അമരൻ, അരവിന്ദ്, അജയ് രാജ് എന്നിവരും ഈ ചിത്രത്തിലുണ്ട്. യുവൻ ശങ്കർ രാജയാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അനിരുദ്ധ് വിജയ് കോമ്പിനേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും യുവൻ ശങ്കർ രാജ വിജയ് കോമ്പിനേഷൻ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ആ കോംബോ സൂപ്പർ ഹിറ്റ് ആവാനുള്ള ഒരു സാധ്യത ഈ ഗോട്ട് എന്ന് പറയുന്ന സിനിമയിൽ കാണുന്നുണ്ട്. സിദ്ധാർത്ഥ് നൂനിയാണ് സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. വെങ്കടരാജൻ എഡിറ്റിംഗും നിർവഹിക്കുന്നു. രാജീവനാണ് സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനർ. സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ദിലീപ് സുബ്രായനാണ്. AGS എന്റർടൈൻമെന്റ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. AGS എന്റർടൈൻമെന്റ് ബിഗിലിന് ശേഷം വിജയ് ആയിട്ട് കൈകോർക്കുന്ന ഒരു സിനിമയും കൂടിയാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമ. AGS എന്റർടൈൻമെന്റ് 25ാമത്തെ സിനിമയും കൂടിയാണ് ഈ പറഞ്ഞ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമ. എന്തായാലും ട്രിവാൻഡ്രം വിജയ് ഫാൻസ് വളരെ എക്സൈറ്റഡ് ആണ്. വിജയുടെ രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായിട്ടാണ് വിജയ് കേരളത്തിലെത്തുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വഴിയെ അറിയിക്കുന്നതായിരിക്കും. അതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും